എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ 46 കൗൺസിലർമാരിൽ 45 പേരുടെ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ നാളെ പയ്യന്നൂർ നഗരസഭയിലെ ചെയർമാനും രാവിലെ 10:30 മണിക്കും വൈസ് ചെയർമാൻ ഉച്ചയ്ക്ക് 2:30 മണിക്കും അവരുടെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. കാരണം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് പ്രാദേശിക ഇലക്ഷൻ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ. നമ്മളോട് വളരെ അടുത്ത് നമുക്ക് പരിചയമുള്ള ആളുകൾ, നമ്മളെ പേര് വിളിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾ, നമുക്ക് അടുത്ത് പരിചയമുള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുള്ളത്. അതിന് അതിൻ്റെതായ റിഫ്ലക്ഷൻസ് എന്തായാലും ഉണ്ടാകും. വ്യക്തിപരമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളോട് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്രിയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അനിഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രാദേശികമായ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് നിലയെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കും എന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പയ്യന്നൂർ നഗരസഭയിലെ ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം പയ്യന്നൂർ ജനസഭ എന്ന് പറയുന്ന പരിപാടിയിലൂടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതിനുശേഷം പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് പയ്യന്നൂർ ജനസഭയിൽ പച്ചവെളിച്ചം കൃത്യമായ ലൈവായിട്ട് അത്തരം പ്രോഗ്രാമുകൾ ചെയ്തു. ഈ പ്രോഗ്രാമുകളൊക്കെ ഒന്നിനൊന്ന് കിടപിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ അതിനെ നെഞ്ചേറ്റി. അതിലെ ഒരുപാട് സാങ്കേതികമായ ചില വിഷയങ്ങളുണ്ടാവും, എൻ്റെതായ ചില സ്വഭാവങ്ങളൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. അതൊക്കെ അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു സ്വയം വിമർശകനാണ്. നിങ്ങൾ ആരും എന്നെ വിമർശിക്കുന്നതിനേക്കാളും സ്വയം വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെതായ ചില വിഷയങ്ങളൊക്കെ ആ പ്രോഗ്രാമിലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പയ്യന്നൂരിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ച ഒരു മാധ്യമമായിരുന്നു പച്ചവെളിച്ചം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമായിരുന്നു. ആ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ നല്ല അപ്രീസിയേഷനാണ് പുറത്തു പോയാൽ മറ്റും നേരിട്ടും അതുപോലെ തന്നെ ആളുകൾ കാണുന്ന സമയത്തും മെസ്സേജിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ അതിനെ നല്ല രീതിയിലാണ് നമ്മുടെ പ്രേക്ഷകരെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മുടെ ഇലക്ഷനിൽ പയ്യന്നൂർ നഗരസഭയിലെ മൊത്തം ഇലക്ഷനിൽ ആകെ വോട്ട് 62,183 അതിൽ പോൾ ചെയ്തത് 50,679 വോട്ടാണ്. അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം 81.5%. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞാൻ കൊടുക്കും. എന്നാൽ പോലും ലൈവിൽ ഞാനത് ഒന്ന് പറഞ്ഞ് ഈ ഇലക്ഷൻ പ്രക്രിയയുടെ ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം. അതിനുശേഷം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റായിട്ട് ഞാനത് പറയും. അതുപോലെ തന്നെ 81.5% അതിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനം. അതിൽ LDFന് ലഭിച്ചത് 29,034 വോട്ടും UDFന് ലഭിച്ചത് 18,199 വോട്ടും BJPക്ക് ലഭിച്ചത് 2,233 വോട്ടും ഇൻഡിപെൻഡന്റ് മൊത്തമായിട്ട് ജയിച്ച വൈശാഖ് അടക്കമുള്ള അതുപോലെ തന്നെ 15ാം വാർഡിൽ മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട്, ശശിധരൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിന് ലഭിച്ച 199 വോട്ട്, അതുപോലെ തന്നെ വൈശാഖിന് ലഭിച്ച 708 വോട്ട് അടക്കം ഇവിടെ മത്സരിച്ച എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടിയിട്ട് 1028 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് വോട്ടിങ്ങിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. നാളെ ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
സരിൻ ശശി നാളെ 10:30 മണിക്ക് ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുപ്പിന് സമീപിക്കും. LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കും. UDF അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും എന്നതാണ് അറിവ്. അതിൽ ചില സമയത്ത് ശ്രീജ മത്സരിക്കാം. അതുപോലെ തന്നെ ആരെയെങ്കിലും അവർ മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചില സാങ്കേതികമായ ചില വിഷയങ്ങളുണ്ട്, അത് മനസ്സിലാക്കുക. കാരണം ക്രിസ്മസിന്റെ ദിവസത്തിലായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. എന്തായാലും അവർ മത്സരിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 2:30 മണിയോടുകൂടി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരം നടക്കും. അവിടെ നമ്മുടെ LDF മുന്നോട്ട് വെക്കുന്നത് P ശ്യാമള എന്ന് പറയുന്ന അവരുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഈ രണ്ട് സ്ഥാനാർത്ഥികൾ LDF ചെയർമാൻ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നവരുടെ പേര് പച്ചവെളിച്ചം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റമുണ്ടാകില്ല എന്ന കാര്യം ആണ് ആ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, DYFയുടെ പ്രധാനപ്പെട്ട നേതാവാണ് സരിൻ ശശി, CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. P ശ്യാമള എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിലെ മുൻ പ്രതിനിധി എന്ന രീതിയിൽ, അവർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ നല്ല അനുഭവ സമ്പത്തൊക്കെയുള്ള ആളാണ് P ശ്യാമള. അതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നാളെയുണ്ട്. അത് പച്ചവെളിച്ചം അതിന്റെ ലൈവ്, അവിടുത്തെ സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ലൈവോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പ്രേക്ഷകരുമായിട്ട് അതിന്റെ പ്രോസസ്സ് പറയും. എന്താ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് മത്സരിക്കാം. LDF സരിൻ ശശിയെ നിർദ്ദേശിക്കുന്നു 10:30 മണിക്കൂർ വരണാധികാരിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭ ഹാളിലാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. LDF സരിൻ ശശിയെ നിർദ്ദേശിക്കുന്നു. UDF അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ ആരെങ്കിലും നിർദ്ദേശിക്കുന്ന അവരുടെ വോട്ടിംഗ് നടക്കും. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മൊത്തം 46 കൗൺസിലർമാരിൽ 45 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഒരാൾ ഇതുവരെ നിഷാദ് എന്ന് പറയുന്ന കൗൺസിലർ ജയിലിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടന്നിട്ടില്ല. അതുകൊണ്ട് 45 പേരില് പകുതി ആളുകളുടെ കോറം തികയണം ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ. അതാണ് ഇതിന്റെ ഒരു നിയമാവലി എന്ന് പറയുന്നത്. പകുതി പേർ ഹാജരായാൽ തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഹാജരാവണം എന്ന കാര്യമൊക്കെ ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ നിയമം. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാർ അവിടെ രജിസ്റ്ററിൽ ഒപ്പിടണം. എങ്ങനെ ഒപ്പിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സമയം, അവിടെ ഹാജരായ സമയം വെച്ചിട്ടുള്ള ഒപ്പാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്തരം നിയമങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് ഇതേപോലെ തന്നെ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടക്കും. പച്ചവെളിച്ചം ഇതല്ല ഇത് പറയാനല്ല ഈ ഒരു അവസരം ഉപയോഗിച്ചത്. എന്നാൽ പോലും നാളെ നടക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ അതും പ്രേക്ഷകരുടെ അറിവിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഉത്തരവാദിത്തം പച്ചവെളിച്ചം നിർവഹിക്കുന്നു. എന്തായാലും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറാൻ സാധ്യതയില്ല എന്നാണ് UDF പക്ഷത്തിൽ നിന്നും വിവരം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരും ചെയർമാൻ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും അവർ മത്സരിക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. നമ്മൾ ഒരു വിവരം പറയുന്നത് പല സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. പച്ചവെളിച്ചം സരിൻ ശശിയെ പോലുള്ള ആൾ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ നിലപാട് പറഞ്ഞു. അതിൽ പല ആളുകളും മത്സരിച്ചിട്ടുണ്ട്, ചില ആളുകൾ മത്സരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും അതിനെ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ പറയുന്ന എല്ലാവരെയും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും പല സാധ്യതകളും ഉണ്ടല്ലോ, അത് ഉണ്ടാവും. പക്ഷെ പച്ചവെളിച്ചം പറഞ്ഞ പല പ്രധാനപ്പെട്ട ആളുകളും മത്സര രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നതും വലിയ സന്തോഷകരമായ കാര്യമാണ് ആയിട്ടാണ് പച്ചവെളിച്ചം കാണുന്നത്. ഇതിൽ പച്ചവെളിച്ചം ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂർ നഗരസഭ ഇലക്ഷനിൽ 3 മുന്നണികൾ, NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം LDFല് അതുപോലെ തന്നെ UDF മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. NDA എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല, BJP ഒറ്റക്ക് എന്നുള്ള രീതി, BJP എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 മുന്നണികൾ ഇവരുടെ നഗരസഭയിലെ മൊത്തം പെർഫോമൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നഗരസഭയിലെ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള ചില അടിയൊഴുക്കുകളെ കുറിച്ച് പ്രതിപാദിക്കണം എന്ന കാര്യം പച്ചവെളിച്ചം തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയേണ്ടതായിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ
പൊതുവായിട്ട് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മേൽക്കൈ ലഭിച്ച ഒരു സാഹചര്യത്തില് പയ്യന്നൂരില് ആ സാധ്യത ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിന്റെ റിസൾട്ടിൽ പ്രതിഫലിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പല കാര്യങ്ങളുണ്ട്. നമ്മൾ UDF പല സ്ഥലത്ത് അവരുടെ പിന്നെ കോട്ടകളിൽ പരാജയപ്പെട്ട സമയത്ത് അവർ ടൗൺ കേന്ദ്രീകരിച്ച വാർഡുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം. അവരുടെ കോട്ടകളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് പരിശോധിക്കണം. അങ്ങനെ സമഗ്രമായിട്ട് ഇലക്ഷനെ പിന്നെ വിശകലനം ചെയ്യുന്നു. പച്ചവെളിച്ചത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പച്ചവെളിച്ചം ഈ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും നടത്തിയ പ്രവർത്തനങ്ങളെ സമഗ്രമായിട്ട് വിലയിരുത്തുന്നു. ജനങ്ങൾ അവരെ എങ്ങനെയാണ് കണ്ടത് എന്നതിനെ കുറിച്ച് സമഗ്രമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു ശ്രമം പച്ചവെളിച്ചം നടത്തും. തെരഞ്ഞെടുപ്പ് നടത്തിയത് നീതിപൂർവം തന്നെ ആയിരുന്നുവോ എന്ന ചോദ്യം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോളോവർ ആയിട്ടുള്ള സിന്ധുലേഖ ചാമഞ്ചേരി ചോദിച്ചിട്ടുണ്ട്. വലിയ നമ്മളെ അത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാം പിന്നെ ഇവിടെ നടന്നത് നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ നമ്മളെ നാടുകളിൽ മുമ്പ് കണ്ടതുപോലുള്ള വലിയ രീതിയിലുള്ള പിന്നെ കള്ളവോട്ടിന്റെ ഒരു ആധിക്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കള്ളവോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അതിന്റെ കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ സൂചിപ്പിക്കാം. ഈ ഒരു ചോദ്യം പിന്നെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിലും അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ മൊത്തത്തിൽ ഒരു വിശകലനം ചെയ്യുക, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിച്ച MA പഠിച്ച, അതുപോലെ തന്നെ അത് പഠിപ്പിച്ച ചരിത്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രധാനപ്പെട്ട ഏരിയ, എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഏരിയയാണ് രാഷ്ട്രീയ മേഖലകളെ, അതിലെ പിന്നെ ഓരോ ഉൾപ്പിരിവുകളെ വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അത്യാവശ്യ അറിവും ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവും. ആദ്യം ഞാൻ വിലയിരുത്തുക UDFന്റെ തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട പച്ചവെളിച്ചം. വളരെ വ്യക്തമായിട്ട് പറയാം, പച്ചവെളിച്ചം ഒരു 15ഓളം സീറ്റ് ഞാൻ എല്ലാവരോടും പിന്നെ നേതാക്കന്മാരോട് ഒരു 12 മുതൽ 15 വരെ, ചില സമയത്ത് 17 വരെ സീറ്റ് UDFന് കിട്ടും എന്ന രീതിയിൽ ഒരു നിലപാടുണ്ടായ മാധ്യമമാണ് ഞാൻ. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഞാൻ എല്ലാവരോടും, LDFന്റെ ആളോടും CPMന്റെ ആളോടും UDFന്റെ ആളോടും ഒക്കെ ഞാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് ഒറ്റക്കും തെറ്റക്കും പിന്നെ സംസാരിച്ചവരോടും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളൊരു സാധ്യത ഇവിടെ UDFന് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള ഒരു സാധ്യത വെച്ചിട്ടല്ല പച്ചവെളിച്ചം പയ്യന്നൂരിൽ UDFന് ഒരു നല്ലൊരു മത്സരം. മുമ്പ് UDFന് ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം 18ഓളം സീറ്റ് കിട്ടിയ ഒരു കാലഘട്ടം, പിന്നെ ഒരു 10-16 18ഓളം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനത് UDFന്റെ കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് അത് പറയും, ഏത് വർഷമാണ് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറയും. നല്ല ശക്തമായ സാന്നിധ്യം അന്ന് CPMൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ കോട്ടക്കൊത്തളങ്ങളിലൊക്കെ അവർ പരാജയപ്പെടുകയും പുറകോട്ട് പോവുകയും ചെയ്ത വലിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം പിന്നെ സാഹചര്യങ്ങള് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ UDFന്റെ നില മെച്ചപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്തതിന്റെ നമ്പർ 1 ഉത്തരവാദി UDF ആണ് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ UDF പിന്നെ ടൗൺ വാർഡുകളിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ടൗണിലെ 20, അതുപോലെ തന്നെ പിന്നെ പെരുമ്പ വാർഡ്, അതുപോലെ തന്നെ ദിനൂപ് മത്സരിച്ച ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ അത് 19-ാം വാർഡ് ഞാൻ 19, അതുപോലെ തന്നെ 20, അതുപോലെ തന്നെ പെരുമ്പ വാർഡ് തുടങ്ങിയ ടൗണിന്റെ ഹൃദയത്തുള്ള വാർഡുകൾ UDFന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ UDFന്റെ വലിയ അവരുടെ കോട്ട എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും ഗ്രാമത്തിലടക്കം അന്നൂര് ഭാഗത്തൊക്കെ അവര് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്ന കാര്യവും പിന്നെ അറിയാം.
അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പച്ച വെളിച്ചം ഇങ്ങനെയാണ് പറഞ്ഞതിനൊന്നും പച്ച വെളിച്ചം പറയാനില്ല. UDF-ന് ഭരണം കിട്ടുമെന്ന് പറയാനുള്ള വിഡ്ഢിത്വമൊന്നും എനക്കില്ല. UDF-ന് പയ്യന്നൂരിലെ നിലവിലുള്ള സാഹചര്യം വെച്ച് അവരുടെ സംഘടനാ സംവിധാനം വെച്ചിട്ട് അവർക്ക് ഭരണം കിട്ടാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അതെന്ത് പറഞ്ഞാലും. കാരണം വോട്ടിങ്ങിൽ എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ അവസാനം വോട്ട് ചെയ്യാൻ അടുക്കുന്ന സമയത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുന്ന സമയത്ത് അതിൽ വോട്ട് ചെയ്യുന്ന പല വിമർശനങ്ങൾ അവർ നടത്തും, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. എന്നാൽ അവർ വോട്ടിംഗ് എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് അവർ ചെയ്യും ലാസ്റ്റ് ടൈമിൽ. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഭരണം എന്തായാലും LDF-നാണ് എന്ന കാര്യത്തിൽ പച്ച വെളിച്ചത്തിന് ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. എന്നാൽ UDF-ന് ഒരു 12 മുതൽ ഒരു 17 സീറ്റ് വരെ കിട്ടാം സാധ്യതയുണ്ട്. അവർ കൃത്യമായിട്ട് വോട്ടർമാരെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ പോരായ്മകൾ എന്താണെന്ന് UDF-ന്റെ വിഷയം വിശകലനം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും. അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയമുണ്ടായിട്ടുണ്ട്, ടൗണുകളിൽ ഈ പറയുന്ന വാർഡുകളിൽ വിജയമുണ്ടായിട്ടുണ്ട്. എന്നാൽ UDF-ന്റെ കേന്ദ്രങ്ങളിൽ പരാജയപ്പെട്ടു എന്നത് UDF സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യം. ശക്തമായ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആരും മത്സരിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ശ്രീജയായിരിക്കും അവർ പരിഗണിക്കുക. ശ്രീജയാണ് അതിൽ ഈ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു അനുഭവ പരിചയമുള്ള ഒരാൾ എന്ന് പറയുന്നത് ശ്രീജയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ CPM-ന്റെ LDF-ന്റെ പക്ഷത്ത് വളരെ പ്രമുഖരായ ആൾക്കാരുണ്ട്, പരിണിതപ്രജ്ഞരായിട്ടുള്ള കൃത്യമായി കാര്യങ്ങൾ അറിയുന്ന, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് നഗരസഭയിൽ കാണാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം നഗരസഭയുടെ ആദ്യകാലത്തൊക്കെ നഗരസഭ മീറ്റിങ്ങിലൊക്കെ പോകാറുണ്ട്. പിന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് അവർ കാണിച്ച ചില സമീപനത്തിന്റെ ഫലമായിട്ട് ഞാൻ അതൊന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ചെറിയ രീതിയിൽ പറഞ്ഞു എന്നല്ലാതെ അവര് കാണിച്ച ഒരു രീതി എന്ന് പറഞ്ഞാൽ പച്ച വിളിച്ച് അവിടെ വരണ്ട എന്നുള്ള ഒരു സമീപനം നഗരസഭക്ക് ഉണ്ടായിരുന്നു. അതിന് സെക്രട്ടറിക്ക് അറിയാം, അത് ചെയർമാന് അറിയാം, അതുപോലെ തന്നെ അവിടെയുള്ള പല ആൾക്കാർക്കും ആ വിഷയം അറിയാം. പക്ഷെ ആരും ആ വിഷയം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരു മാധ്യമത്തിന് കിട്ടേണ്ട മാന്യത എനിക്ക് കിട്ടാത്ത ഒരു സ്ഥലത്തും ഞാൻ പോവില്ല, വിളിക്കാത്ത സദ്യക്ക് പോയില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ ഉത്തരം അതാണ്. മാധ്യമങ്ങൾക്ക് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ പ്രാധാന്യമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യമുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ. അങ്ങനെ നമ്മൾക്ക് കിട്ടേണ്ടുന്ന ഒരു നിലയും വിലയും ലഭിക്കാത്ത ഒരു സാഹചര്യം വിവേചനപരമായിട്ട് പച്ചവെളിച്ചത്തോട് പെരുമാറിയതിന്റെ ഫലമായിട്ടാണ് പച്ചവെളിച്ചം നഗരസഭ യോഗങ്ങളിൽ പോകാതിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നഗരസഭയിലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാര്യങ്ങൾ നഗരസഭ യോഗങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുത്ത് അതൊക്കെ ആദ്യകാലത്ത് പറഞ്ഞിരുന്ന ഒരാളാണ്. ഞാൻ പോവാതായി. അതിന് കാരണം കൊണ്ട് അത് പരിഹരിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ പുതിയ പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്ന വാർഡുകളിൽ നടന്നിരുന്ന ഒരുപാട് നേട്ടങ്ങൾ എണ്ണി പച്ചവെളിച്ചം പറയുമായിരുന്നു. അത് പച്ചവെളിച്ചത്തിന്റെ നമ്മളൊരു വളരെ വ്യക്തമായിട്ട് പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചവെളിച്ചമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? അത് ജനങ്ങൾ എനിക്ക് തന്ന ഒരിതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഭരണ സംവിധാനം എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ പച്ചവെളിച്ചം ആ രാഷ്ട്രീയം നോക്കിയിട്ടുള്ള നിലപാടെടുക്കുക, അത് വേറെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ സംവിധാനത്തെ ഇതിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ഒരു മാധ്യമത്തിനുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു മാധ്യമത്തിന് വിമർശനം വരുന്ന സമയത്ത് അവർ കണ്ണിലെ കരടായിട്ട് മാറും. അങ്ങനെ പച്ചവെളിച്ചത്തെ കുറിച്ചിട്ട് പാർട്ടി യോഗങ്ങളിലും അതുപോലെ തന്നെ ഇവരുടെ കോർ കമ്മിറ്റിയിലൊക്കെ ചർച്ചയുണ്ടായിരുന്നു എന്നതൊക്കെ പല ആളുകൾ എന്നോട് പറയും. കാരണം അവിടെ നടക്കുന്ന ചർച്ചയൊക്കെ എന്നിലേക്ക് എത്തിക്കാനും ആളുണ്ട്. അത് നമ്മുടെ സോഴ്സ് ആണല്ലോ മാധ്യമപ്രവർത്തകൻ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. പക്ഷേ ഇത്തരം സാധ്യതകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് UDF-ന് സാധിച്ചിട്ടില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനെല്ലാം പച്ച എന്ന് പറയുന്നത്, പച്ചക്ക് എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ പറയാം.
ഞാൻ പിന്നെ മനസ്സിൽ കണ്ടത് UDF കിട്ടിയ സീറ്റാണ് എന്ന് പറയാം. ഞാൻ അങ്ങനെയല്ല മനസ്സിൽ കണ്ടതിരുന്നത്. ഞാൻ LDF UDF BJP പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം UDF അവരവരെ നില മെച്ചപ്പെടുത്തും. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീജി ആയിരിക്കും പിന്നെ അവരുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനമില്ലെങ്കിൽ അവരുടെ കക്ഷി നേതാവ് ആയിരിക്കും, അവരെ ആ രീതിയിൽ പരിഗണിക്കും. അവർക്ക് എത്രത്തോളം പയ്യന്നൂരിലെ ജനങ്ങളുടെ വിഷയം, ഞാൻ അവരെ കുറച്ച് കാണുന്നത് നല്ല വാർഡിൽ പിന്നെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന് അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കഴിവുള്ള നല്ല കൗൺസിലറാണ് AK ശ്രീജ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അവരവിടെ ബി നന്ദകുമാർ എന്ന് പറയുന്ന അവിടെ ഉള്ള ആളെ പിന്നെ പറഞ്ഞാൽ അവിടെ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി നന്ദകുമാറിന് കിട്ടേണ്ട വോട്ട് പോലും പിന്നെ പാർട്ടിയുടെ വോട്ട് പോലും കിട്ടാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പറയേണ്ട സമയത്ത് പറയും. നന്ദകുമാർ വ്യക്തിപരമായിട്ട് പല വോട്ടുകളും കാലാകാലമായിട്ട് കോൺഗ്രസിന് ചെയ്യുന്ന ചില കുടുംബങ്ങളിലെ വോട്ട് നന്ദകുമാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നന്ദകുമാറിന് പാർട്ടി വോട്ടായിട്ട് കിട്ടേണ്ടുന്ന പല വോട്ടുകളും അവിടെ കിട്ടാതെ പോയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യവും പച്ചവെളിച്ചം പറയാണ്. അത് വിശകലനവുമായി ബന്ധപ്പെട്ടിട്ട് പറയും. AK ശ്രീജി ആയിരിക്കും. അതുകൊണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ ആലോചിക്കുക, ചെയർമാനായിട്ട് സരൺ ശശി ഉണ്ട്, വൈസ് ചെയർമാനായിട്ട് നല്ല അനുഭവ സമ്പത്തുള്ള P ശ്യാമളി ഉണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിങ് ആയിട്ട് VK നിഷാദ്, പിന്നെ സത്യപ്രതിജ്ഞ VK നിഷാദ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്ന VK നിഷാദ് ഉണ്ട്. അതുപോലെ തന്നെ നഗരസഭാ യോഗങ്ങളിൽ വളരെ കൃത്യമായും വ്യക്തമായും പഠിച്ച് നിലപാട് പറയുന്ന M പ്രദീപനുണ്ട്, പോത്തേര കൃഷ്ണനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള, അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടൊക്കെ പിന്നെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ടുള്ള മോഹനൻ മാഷെ പോലുള്ള, അമ്പലത്തിൽ നിന്ന് ജയിച്ച KV മോഹനൻ മാഷെ പോലുള്ള ആളുകൾ പിന്നെ അതിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ മനോജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പങ്ങണത്ത് നിന്ന് വിജയിച്ചിട്ടുള്ള LDF പ്രതിനിധിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പരിണിതപ്രജ്ഞരായിട്ടുള്ള കോറത്ത് നിന്ന് വിജയിച്ച KP മധുവിനെ പോലുള്ള, മുൻ ഏരിയ സെക്രട്ടറിയെ പോലുള്ള നല്ല അറിവും പിന്നെ പ്രാപ്തിയുമുള്ള ആളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർ അങ്ങനെയുള്ള ഒരു വലിയ ടീമിനോട് പിന്നെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് അവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് എല്ലാവരും പിന്നെ ജനിച്ച പാടെ തന്നെ ഗുരുക്കളാവുന്നവരൊന്നുമല്ല. അതല്ല പച്ചവെളിച്ചത്തിന് അറിയാം. ജനിച്ച പാടെ ഗുരുക്കളായിട്ട് വരുന്ന ആളുകളൊന്നുമല്ല, എല്ലാം അടവലും പഠിക്കലാണ്. അങ്ങനെ അവർ കൃത്യമായി ഗൃഹപാഠം ചെയ്ത് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം. VKP ഇസ്മായിലിനെ പോലുള്ള ലീഗിന്റെ പ്രതിനിധിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലീഗിന്റെ മുൻ കൗൺസിലറായിട്ടുള്ള നസീമ ടീച്ചർ ഉണ്ട്. അങ്ങനെയുള്ള പിന്നെ ആളുകളുണ്ട്. അതുപോലെ തന്നെ അവർ പുതിയ ടീമായിട്ട് വന്ന അവരൊക്കെ ദിനൂപൊക്കെ പോലുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് പഠിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. പക്ഷേ ഈ ഒരു ടീമിന്റെ മുന്നിൽ പലപ്പോഴും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ കൗൺസിലും അതുപോലെ തന്നെ മുൻ കൗൺസിലിലും ഒക്കെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മാസ്മരികമായ ഒരു ബോഡി ലാംഗ്വേജിന്റെ മുന്നിൽ, ഒരു പ്രവർത്തനത്തിന്റെ മുന്നിൽ നഗരസഭാ യോഗങ്ങളിൽ പിന്നെ UDF അംഗങ്ങൾ അങ്ങ് പതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. KK കുമാറിനെ പോലുള്ള ആള് വലിയ നേതാവാണെന്നല്ലോ. എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ഇവിടെ ഒരുപാട് കമന്റ് വരുന്നുണ്ട്. പ്രേംജി രാമതലൂർ താങ്കൾ പറയുന്നത് വസ്തുതകളാണ്. അവർ ചില കമന്റുകൾ വായിക്കാൻ വിട്ടുപോയി. നഗരസഭ നിങ്ങളെപ്പോലെ ഇങ്ങനെ ലൈവിൽ വരേണ്ട ആവശ്യം വരുന്നില്ല. നഗരസഭയ്ക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ പിന്നെ ലൈവിൽ വരേണ്ട ആവശ്യം വരുന്നില്ല എന്നത് തന്നെയാണ് നിങ്ങളും നഗരസഭ തമ്മിലുള്ള വ്യത്യാസം. ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാനാണ് ആ സമയം നഗരസഭ ഉപയോഗിക്കുക. ജനങ്ങളിൽ നിങ്ങളെയും പരിഗണിച്ചിട്ടുണ്ടാകും. അതൊക്കെ പിന്നെ ശശി ചാലിന്റെ നിലപാടാണ്. എനിക്ക് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ റോളുണ്ട് എന്ന് പിന്നെ ഏത് പുറത്ത് കയറിയിട്ടും ഞാൻ പറയും. രാഷ്ട്രീയ പാർട്ടികൾക്ക് റോളുണ്ടെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനാപരമായിട്ട് ഇവിടെ മാധ്യമങ്ങൾക്ക് റോളുണ്ട്. മാധ്യമങ്ങളിൽ കെട്ട മാധ്യമ പ്രവർത്തകരുണ്ടാവും, മാധ്യമങ്ങളുണ്ടാവും, രാഷ്ട്രീയക്കാരിലും കെട്ടതുണ്ട്, നല്ലതുണ്ട്. അത് വേറെ കാര്യം, അത് വേറെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ അങ്ങനെ പറയുന്നവരെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയാനുള്ള അറിവ് എനിക്ക് വരുന്നത് പറഞ്ഞാൽ ഞാൻ ഭരണഘടനയൊക്കെ പഠിച്ചതുകൊണ്ടും പഠിപ്പിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ് പിന്നെ ഒരു മാധ്യമത്തിന്റെ റോള്,
അതുപോലെ തന്നെ എന്നതിനെക്കുറിച്ച് വ്യക്തമായി ധാരണ ഉള്ളത് കൊണ്ടും അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞാൻ പറയും. പിന്നെ വിളിക്കാത്ത സദ്യക്കൊന്നും ഞാൻ പോലില്ല എന്നത് എൻ്റെ ഇതാണ്. ഞാൻ ഇപ്പോഴും ഒരു ഏറ്റുമുട്ടൽ പാതയിലേക്കല്ല. പുതിയ നഗരസഭയെക്കുറിച്ച് എനിക്ക് വേറെ പ്രതീക്ഷയുണ്ട്. അത് അവരുടെ പിന്നെ അവരെ വിമർശിക്കാതിരിക്കും, അവരെ പിന്തുണക്കാതിരിക്കും എന്നൊന്നുമില്ല. നിലപാട് എൻ്റേത് എന്ന് പറഞ്ഞാൽ വിമർശനത്തെ വിമർശിക്കേണ്ടതിനെ കൃത്യമായി വിമർശിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധമുള്ള പലരും ഇതിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉണ്ട്. എനിക്ക് നല്ല അടുത്ത ബന്ധമുള്ള, എന്നോട് വളരെ സ്നേഹമുള്ള പലരും ഇരുപക്ഷത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട് ഞാൻ കൃത്യമായിട്ട് പറയും. അത് പ്രശ്നാധിഷ്ഠിതമാണ് ഒരു മാധ്യമത്തിൻ്റെ പിന്തുണ എന്ന കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ CPM-ലെ പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അടിയൊഴുക്കുകൾ, അതുപോലെ തന്നെ പിന്നെ CPM ഒരു വാർഡിൽ 3-ാം സ്ഥാനത്തേക്ക് പോയ സാഹചര്യം, അതുപോലെ തന്നെ BJP 4 വാർഡുകളിൽ 2-ാം സ്ഥാനത്തേക്ക് വന്ന സാഹചര്യം, ചില വാർഡുകളിൽ BJP വിചാരിച്ച വോട്ടുകൾ അവർക്ക് ലഭിക്കാതെ പോയ സാഹചര്യം, അതുപോലെ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച ഒരു BJP-കാരൻ പോയ ഒരു സാഹചര്യം, അതുപോലെ തന്നെ 46 വാർഡുകളിലും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പിന്നെ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആളുകളെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് പിന്നെ കോറോത്തും അതുപോലെ തന്നെ CPM-ന്റെ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടുന്ന ഒരു UDF-ന്റെ ഗതികേട്, ഇതൊക്കെ എൻ്റെ വിശകലനത്തിൽ കൃത്യമായിട്ട് ഉണ്ടാവും. അത് പറയും. അതിൽ CPM-ൽ വിഭാഗീയത വിഷയങ്ങൾ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അത് പറയും. അതുപോലെ തന്നെ പിന്നെ നഗരസഭയുടെ മേന്മകൾ ആണ് വോട്ടായിട്ടുള്ളതെങ്കിൽ അത് പറയും. പച്ചവെളിച്ചം നഗരസഭയെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ നഗരസഭ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം ഇപ്പോഴത്തെ പുതിയ നഗരസഭ ചെയർമാൻ നമ്മൾ എണ്ണി പറയുന്നു. ടൗൺ ഹാളില്ല, നഗരസഭ സ്വന്തമായിട്ട് നല്ലൊരു കെട്ടിടമില്ല, അതുപോലെ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ തന്നെ ഈ പുതിയ കൗൺസിലിന് വലിയ മൈലേജാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് ചെറുതല്ല. ആ അർത്ഥത്തിൽ പുതിയ ചെയർമാനും പിന്നെ നഗരസഭയും ഒരു അർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ കുറെ ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. ഓൺ ഫണ്ടിലാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ഇത് പണ്ടേ നിർമ്മിക്കാമല്ലോ, ഓൺ ഫണ്ടിൽ പണ്ടേ നിർമ്മിച്ചൂടെ? ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, തെറ്റാണെങ്കിൽ തിരുത്തണം. അതുപോലെ തന്നെ പച്ചവെളിച്ചത്തിന്റെ കാര്യങ്ങൾ 100% അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പ്രേംജി രാമന്തലി പറയുന്നുണ്ട്. ആൽഫ്രഡ് തോമസ് പറയുന്നത്, അത്തായി പത്മിനിയുടെ വാർഡിൽ വോട്ടറായ ഞങ്ങളുടെ വീട് മാറി 7 പോയിട്ടും LDF സ്ഥാനാർത്ഥി വീട്ടിൽ വന്നു, അതും അവിടെ നിർത്താൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വർക്കില്ല. ഞാൻ ഇതൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത്തായി പത്മിനിയുടെ വാർഡിൽ കോൺഗ്രസിന് കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട വോട്ടുകൾ എത്തിച്ചിട്ടില്ല, അത് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും പിന്നെ LDF-ന്റെ പ്രവർത്തകന്മാര് പുറത്തു പോയിട്ട് എല്ലാവരെയും കണ്ടിട്ട് നമ്മൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു ദിവ്യ കരിപ്പത്തിന്റെ വിജയം എടുത്ത് പരിശോധിച്ചാൽ മതി. ആ സ്റ്റേഡിയം ഇല്ല. ഞാൻ ചില കാര്യങ്ങൾ മനസ്സെന്ന് പറയുന്നു. ഞാനിത് എൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വലിയ തയ്യാറെടുപ്പ് ഓടുകൂടിയിട്ട് വന്നിരിക്കുന്ന ഒരാളല്ല. ഞാൻ ചിലപ്പം വലിയ തയ്യാറെടുപ്പോടുകൂടി വന്നാൽ ഞാൻ പൊട്ടിപ്പാളിസാവും. ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാലത്തും അങ്ങനെയാണ്, പഠിപ്പിക്കുന്ന കാലത്തും അങ്ങനെയാണ്. വലിയ തയ്യാറെടുപ്പൊന്നുമല്ല. എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലിട്ട് ഞാനത് പറയുന്നതാണ്. ഞാൻ ഇപ്പോൾ ലൈവിലും പറയുന്നത് പറഞ്ഞാൽ വലിയ തയ്യാറെടുപ്പോടുകൂടി എഴുതി വെച്ചിട്ട് ഇല്ല. ഞാൻ ഇതിൽ എഴുതി വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പാറ്റേണിൻ്റെ കാര്യം ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് പറയുമ്പോൾ തെറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് നോക്കിയാൽ അറിയാം. ഇവിടുത്തെ മൊത്തം പോൾ ചെയ്ത വോട്ട്, LDF-ന് കിട്ടിയ വോട്ട് ശതമാനം, UDF-ന് കിട്ടിയ വോട്ട്, BJP-ക്ക് കിട്ടിയ വോട്ട്, സ്വതന്ത്രന്മാർക്ക് കിട്ടിയ വോട്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ LDF-ന്റെ, UDF-ന്റെ, BJP-യുടെ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ്, അതുപോലെ തെരഞ്ഞെടുപ്പിലെ ചില അടിയൊഴുക്കുകൾ, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ LDF-ന്റെ വിജയത്തിലേക്ക് അവരെ എത്തിച്ച കാര്യങ്ങൾ,
UDFിനെ പ്രതീക്ഷിച്ച വിജയത്തിന്റെ അരികിൽ പോലും എത്താൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം. നമ്മൾ ആലോചിക്കേണ്ട, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നെ 4 സ്ഥലത്ത് മൂന്നാം സ്ഥാനത്താണ്. പയ്യന്നൂർ നഗരസഭയിൽ BJP ആണ് 2ാം സ്ഥാനത്ത്. നമ്മളത് പരിശോധിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഇതുപോലെ തന്നെ BJPക്ക് വലിയ സാധ്യത സംഘടനാപരമായ കോൺഗ്രസിന്റെ അത്ര പോലെ സംഘടനാപരമായ ഒരു കെട്ടുറപ്പ് ചുറ്റുപാട് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. എന്നിട്ട് പോലും BJP 4 സ്ഥലത്ത് 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. 2 ഒന്ന് കോറോത്ത് പനക്കിൽ ബാലകൃഷ്ണന്റെ വാർഡാണ്. 2 VP മോഹനൻ മാഷിക്കെതിരെ പങ്ങണത്ത് മത്സരിച്ച BJPയുടെ നേതാവ് അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടങ്ങാളിയിൽ ഞാൻ മനസ്സിലാക്കുന്ന P. ശ്യാമള മത്സരിച്ച വാർഡാന്ന് തോന്നുന്നു, അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ TV ശിവ മത്സരിച്ച് വിജയിച്ച വാർഡില് BJP 2ാം സ്ഥാനത്താണ്. അങ്ങനെ BJP പയ്യന്നൂര് സൗത്ത് ലോക്കലിൽ CPMന്റെ കേന്ദ്രമായിട്ടുള്ള സൗത്ത് ലോക്കലിൽ 2 സ്ഥലത്ത് 2ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ കോറോത്ത് ഒരു സ്ഥലത്ത് 2ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ കണ്ടോത്ത് വരുന്ന ഭാഗം അവിടെ ഒരു സ്ഥലത്ത് 2ാം സ്ഥാനത്താണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കേണ്ട കാര്യവുമാണ്. അത് നമ്മൾ പരിശോധിക്കണം. എങ്ങനെ BJPക്ക് അത്രത്തോളം വോട്ട് കിട്ടി എന്നത് പരിശോധിക്കണ്ടേ? ഇപ്പൊ എന്റെ പരിശോധന എന്ന് പറയുന്നത് ചില സമയത്ത് യഥാർത്ഥമായ ഇതാണ് പരിശോധന, ഞാൻ പറഞ്ഞതാണ് യഥാർത്ഥ അങ്ങനെയല്ല. എന്റെ വിശകലനങ്ങൾ എന്റെ ബോധ്യത്തിൽ, എന്റെ ബുദ്ധിയിൽ, എന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അറിവില് ഞാൻ പഠിച്ച രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ അതിന്റെ കോണിൽ നിന്ന്, അതിനകത്ത് നിന്ന് കൊണ്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വിശകലനം ചെയ്തെടുത്ത കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും. ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ട് ഇതിനൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾ എത്രയോ ഉണ്ടാവും. പക്ഷെ പച്ച വെളിച്ചം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വളരെ ശാസ്ത്രീയമായിട്ട് നേരിട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു മൊബൈൽ വെച്ചുകൊണ്ട്, ചില ആൾക്കാരെ പറയാറുണ്ട് ഒരു മൊബൈൽ മാധ്യമം, ചില ആളുകളൊക്കെ പറയാറുണ്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുവെന്നെല്ലാം പറയലുണ്ടല്ലോ. ഒരു മൊബൈൽ എടുത്താൽ അത് മാധ്യമപ്രവർത്തി. ഇപ്പൊ എല്ലാവരും മൊബൈലാണ്, എല്ലാവരും ഓൺലൈനാണ്, എല്ലാ ചാനലിലും ഓൺലൈനാണ്. ഇപ്പം അതിലാണ് ആള് കാണുന്നത്. അതുകൊണ്ട് മൊബൈലേ വേണ്ടു. മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ചെറുതായിട്ടൊന്നും കാണണ്ട. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ PR വർക്കും അവരുടെ കാര്യങ്ങളൊക്കെ അവർ മൊബൈല് വെച്ചിട്ടല്ല പറയുന്നത്. അവർക്ക് ഇതൊക്കെ പറയാം. മാധ്യമക്കാര് പച്ചരാജീവന് ഒരു മൊബൈൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു മൊബൈൽ എന്താ പ്രശ്നം? മൊബൈലിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് പയ്യന്നൂരിൽ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഒരു നെറ്റ്വർക്ക് ചാനൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് പയ്യന്നൂരിൽ സാധ്യതയുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു കൊടുത്ത 3-ൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മാധ്യമരംഗത്തെ എൻ്റെ പാരമ്പര്യത്തെ കുറിച്ചൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ്. പക്ഷേ ജേർണലിസം എന്ന് പറയുന്ന ഡിഗ്രിയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അളവുകോല് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല, ജേർണലിസം കോഴ്സ് പഠിച്ചിട്ടല്ല. എനിക്ക് മാധ്യമപ്രവർത്തനം അറിയാം, എനിക്ക് ന്യൂസ് സെൻസ് ഉണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. ഞാനതൊക്കെ ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചില കമന്റുകൾ, ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മളത് പറയുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏതായാലും ഇവിടെ സ്റ്റേഡിയം ഇല്ല, ഞാൻ സ്റ്റേഡിയം ഇല്ല, ബസ് സ്റ്റാൻഡ് നടക്കുമോ, രാജീവ് ഗംഗാധരൻ പിലാങ്കു നടക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സരിൻ ശശിയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം, ഒരു നഗരസഭ അത് ഇച്ഛാശക്തിയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് നടക്കും. എന്താ നടക്കാൻ വേണ്ടി? ഇതിനേക്കാൾ ശേഷി കുറഞ്ഞ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡില്ലേ? ഇച്ഛാശക്തി വേണം. പിന്നെ മുണ്ടും മാടി കെട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സമീപനം ഉണ്ടാവണം. അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികള് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപാധി മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനപ്രതിനിധിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താളത്തിന് തുള്ളേണ്ടതാണ് എന്ന വിശ്വാസം എനിക്കില്ല. അവർ തള്ളിപ്പറയാൻ വേണ്ടി പറ്റില്ല, അത് പറയാൻ കാര്യം. അതുകൊണ്ട് അവരുടെ താളത്തിന് തുള്ളിയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ എന്ന അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല. ജനങ്ങളുടെ
പിന്നെ അഭിപ്രായത്തിനനുസരിച്ച് ജനക്ഷേമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന ജനപ്രതിനിധികൾ ഒരുപാട്. ഒരു വാർഡിലെ കൗൺസിലർക്ക് നല്ല ഉറച്ച മനസ്സും അതുപോലെ തന്നെ നല്ല ദീർഘവീക്ഷണം ഉണ്ടായാൽ ആ വാർഡിൽ പലതും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും, അത് പിന്നീട് പറയും. ഒരു വാർഡ് കൗൺസിലറായ ഒരാൾക്ക് നല്ല ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ, നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട അറിവ് ഉണ്ടെങ്കിൽ, ഇനി അറിവില്ലെങ്കിൽ അത് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാലോ. പറഞ്ഞു കൊടുക്കാൻ എത്ര ആളുണ്ട് നമ്മളെ നാട്ടിൽ? എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ എന്നോട് ഒരു കൗൺസിലർ, നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു കൗൺസിലർ നമ്മൾ ഈ മേഖലയിൽ ചെയ്യാൻ വേണ്ടി പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അയാൾ പെർഫോമർ ആയിരിക്കും, ഒരു കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ മനുരാജ് പറയുന്നത് പച്ചവെളിച്ചത്തിന്റെ പയ്യന്നൂരിന്റെ വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൃത്യമായി നിർദ്ദേശം എന്ന രീതിയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ചെയർമാൻ സരിന് സമർപ്പിക്കും, ഉറപ്പായിട്ട് സമർപ്പിക്കും. അത് ഏകദേശം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവും. ജനങ്ങൾ പല പിന്നെ പച്ചവെളിച്ചം നടത്തിയ ഒരുപാട് വാർത്തയുടെ അടിയിൽ ജനങ്ങളിട്ട കമന്റുകൾ തന്നെ മതി. ഓരോ ജനങ്ങൾ പച്ചവെളിച്ചത്തിനേക്കാളും വിവരമുള്ള പ്രേക്ഷകരാണ് പച്ചവെളിച്ചത്തിനുള്ളത് എന്നത് അഭിമാനകരമാണ്. എത്ര ആളുകളാണ് കിടിലൻ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു മാധ്യമം തുടങ്ങിയാൽ പച്ചവെളിച്ചമൊക്കെ വേഗത്തിൽ നിൽക്കേണ്ടി വരും. ഞാൻ പറയുന്ന എല്ലാവരും വരണം എന്നാണ്. ഇത്തരക്കാരൊക്കെ ഒരു മൊബൈൽ എടുത്തിട്ട് വരണം, നമ്മളെ നാട്ടിൽ മാധ്യമ പ്രവർത്തകരായിട്ട് വരണം. പക്ഷെ അവര് ഒന്നിനും വശംവദരായിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല. ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഈ മൊബൈലും എടുത്ത് വരണം. അങ്ങനെയുള്ള ഒരുപാട് അറിവും പ്രാപ്തിയും ബുദ്ധിയുമുള്ള പലരും പച്ചവെളിച്ചത്തിന്റെ പ്രേക്ഷകരായിട്ടുണ്ട് എന്നത് പച്ചവെളിച്ചത്തിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അത് അഭിമാനകരമാണ്. പിന്നെ അത് തള്ളിക്കളയാൻ സരിനാവില്ല എന്നുറപ്പാണ് എന്നൊക്കെ മനുരാജ് പറയുന്നുണ്ട്. സരിനോട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ട്, എനിക്ക് വളരെ നല്ല ബന്ധമുള്ള, അതുപോലെ തന്നെ എന്നോട് പലപ്പോഴും നല്ല സ്നേഹം കാണിച്ചിട്ടുള്ള, പിന്നെ നമ്മളെയൊക്കെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് സരിൻ. സരിൻ മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഭരണപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. എനിക്ക് രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ അവരോടെല്ലാം ഒരു കാര്യങ്ങൾ പറയും. പയ്യന്നൂരിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളുടെ പിന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പച്ചവെളിച്ചം നൽകും. ഞാൻ പിന്നെ ഇപ്പോൾ ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. ഏതായാലും നമ്മുടെ പുതിയ ചെയർമാനായിട്ട് സ്ഥാനത്തേക്ക് വരുന്ന സരിൻ ശശിയോട് നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് ചില ചോദ്യങ്ങൾ പയ്യന്നൂരിന്റെ ഇങ്ങനെയല്ല, പയ്യന്നൂരിന്റെ മൊത്തം വികസനവുമായി ബന്ധപ്പെട്ടിട്ട്, പയ്യന്നൂരിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചെയർമാനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള അതിന്റെ ഒരു ടൈറ്റിലൊക്കെ ഞാനുണ്ട്. പയ്യന്നൂർ ജനസഭ എന്ന് പറയുന്ന ഒരു ടൈറ്റില് ഗംഭീര ടൈറ്റിലാണ് എന്ന് എൻ്റെ പല മാധ്യമ സുഹൃത്തുക്കളും, ഇവിടെയുള്ളവരൊന്നല്ല പറയുന്നത്, പുറത്തുള്ള ആളുകൾ. എനിക്ക് വലിയ മാധ്യമ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള പല സ്ഥലത്തുള്ള വലിയ വലിയ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ. പക്ഷേ നിന്റെ ഏതായാലും പയ്യന്നൂർ ജനസഭ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഗംഭീരമായിരുന്നു. അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ശ്രീകുമാർ നായിക്ക് പറയുന്ന പയ്യന്നൂർ നഗരസഭ ഇപ്പോൾ നല്ല അംഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് എല്ലാ അംഗങ്ങളും നല്ലവരാണ്. ഈ നിയമത്തിന് കീഴിൽ പയ്യന്നൂർ ഒരു പുതിയ പ്രഭാതം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അവർക്കൊരു പിന്നെ ഒരു ടൈം നമ്മൾ കൊടുക്കണം. നമ്മൾ ആദ്യകാലത്തൊക്കെ ഈ പിന്നെ നമ്മുടെ KB ലളിതയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ കൗൺസിലിൽ ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് ആള് പറയൂ. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ നല്ല കാര്യങ്ങൾ എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്ത ആളാണ്. നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കിട്ടുക. നമ്മളോട് ഒരു പിന്നെ ആ രീതിയിലുള്ള ഒരു സമീപനം വന്ന സമയത്ത് പിന്നെ നമ്മൾക്ക് പിന്നെ നമ്മുടെ ഒരു മാനസിക തലം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് സമയത്ത് എനിക്ക് അറിയുന്ന ഞാൻ ചില കാര്യങ്ങൾ തിരഞ്ഞെടുത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ UDF സമരം നടത്തിയ സമയത്ത് ഇലക്ഷൻ വരുന്നു, UDFന്റെ സമര ആഭാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത കൊടുത്തില്ലേ. അത് ഭയങ്കരമായിട്ട് UDFകാരിൽ ഭയങ്കര പ്രകോപനമുണ്ടാക്കി പക്ഷെ അവർക്കൊരു മാന്യതയുണ്ട്. UDFന് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശനത്തിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളും.
LDFിനില്ലേ, പിന്നെ LDFിൽ ഈ വല്ലാണ്ട് ചോപ്പ് വാരി തേക്കുന്ന ആൾക്കാർക്ക് അകത്ത് ഒരു ചോപ്പില്ലാത്തവരാണ്. അവർ വോട്ട് ചെയ്തതിന് എന്ന പോലും സംശയിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതെല്ലാം നമുക്ക് ഇവരെ കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ വിപ്ലവം തുളുമ്പുന്ന സാധനങ്ങളെ കാണുമ്പോൾ നോക്കിക്കോ, ആളെ അടിമുടി ശ്രദ്ധിക്കണം പാർട്ടി. വല്ലാത്ത ഒരു ഭയങ്കര ആവേശം, പെട്ടെന്ന് എന്തോ കൂടിയതുപോലെ അങ്ങനെയുള്ള ആളെ ശരിക്ക് വിലയിരുത്തി നോക്കിയാൽ തിരിയും എന്തോ പ്രശ്നമുണ്ട് എന്ന്. അവരാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മളൊക്കെ പിന്നെ മാധ്യമങ്ങളെ വല്ലാണ്ട് ആക്രമിക്കുക, അതുപോലെ തന്നെ അവരെ പിന്നെ വിമർശിക്കുക, വല്ലാണ്ട് പറയുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇവരെ ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരെയും എന്തിനാ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മൾ ഒരാളെ പഠിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? എന്തിനാ നമ്മൾ ഒരാളെ പഠിക്കുന്നത്? നമ്മുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ചെറിയ കൊച്ചു കുട്ടീനെ നമ്മൾ പഠിക്കേണ്ടി വരും. മറ്റ് നമ്മളെ കയ്യിൽ പിന്നെ ശരിയാണ് നമ്മൾ കാര്യങ്ങൾ ശരിയായ നിലപാട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏതിനെ പഠിക്കണം, എന്തിനെ പഠിക്കണം? എൻ്റെ ഒരു ചോദ്യമാണത്. അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതായാലും ഞാൻ അധികം നീട്ടുന്നില്ല. ഒരുപാട് ആളുകളുടെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾക്ക് എങ്ങനെ ഈ 8 മണി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രാത്രിയിൽ പിന്നെ നമുക്കൊന്ന് ഇരുന്ന്, എല്ലാ ദിവസമൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, ചില ദിവസങ്ങളിലൊക്കെ 8 മണിക്ക് ഇരുന്നിട്ട് നമുക്ക് ഒരു ലൈവിലൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പല വിഷയങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു നമ്മുടെ 2 പൊന്നു മക്കള് പിന്നെ കൊന്നിട്ട് അച്ഛൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്ത സങ്കടകരമായ ഒരു വിഷയമുണ്ടല്ലോ. ആ വിഷയത്തെക്കുറിച്ചിട്ട് പച്ചപിടിച്ച് സമഗ്രമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, നമുക്ക് എല്ലാത്തിനും തിരക്കാണ്. ഒന്നിനും നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം മുതൽ പോരാട്ടം വന്നു. നമ്മൾ ആട് ഇല കടിക്കുന്ന പോലെ കടിച്ചു വളർന്നു വന്നതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൂസ്വത്തൊക്കെ ഉള്ള കുടുംബത്തിലാണ് ജീവിക്കാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുത്ത ഒരു അനുഭവമുണ്ട്. ഞാനൊക്കെ ആത്മഹത്യ ചെയ്യണം, 10 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട കഴിഞ്ഞു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇവിടെയില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. നമ്മളോടൊക്കെ ആളുകൾ, എൻ്റെ വിദ്യാർത്ഥികൾ വലിയ സ്നേഹത്തോടു കൂടിയിട്ട് പിന്നെ എന്നെ കാണുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിഷയങ്ങളും ഞാൻ കേൾക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഞാൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ അല്ല ഞാൻ. ശരിക്കും യഥാർത്ഥത്തിൽ അവരുടെ വിഷയങ്ങളൊക്കെ ഞാൻ കേൾക്കും. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നത് വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ, തിരക്ക് പിടിച്ച ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇനി നിയമസഭ ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്, വലിയ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ഒക്കെ നമുക്ക് സമഗ്രമായിട്ട് പരിശോധിക്കാം, നമുക്ക് സംസാരിക്കാം, പച്ചവെളിച്ചത്തിൽ സംസാരിക്കാം. അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങൾ ലൈവിൽ ഇങ്ങനെ കമൻ്റ് ആയിട്ട് ഇടുക. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഇപ്പോഴും പല വിഷയങ്ങളും നമുക്ക് പ്രേക്ഷകർ പിന്നെ മെസ്സേജായിട്ട് മറ്റു പറയുന്നത് പലതും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒറ്റക്കാണ് ഇത് ചെയ്യുന്നത്. അന്നേരം ഉണ്ടാകുന്ന ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ജീവിത റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 10 മണിയാവാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. എൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂ. ഉച്ചക്ക് 1 മണിക്ക് വന്നിട്ട് ഉള്ളിൽ എൻ്റെ അമ്മക്ക് ഭക്ഷണം കൊടുക്കണം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം വൈകുന്നേരം എൻ്റെ അമ്മയ്ക്ക് ചായ വേണം. ഞാൻ ആ സമയത്ത് 2 മണിക്കെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 3:30 മണിക്ക് ഞാൻ ചാടി തിരിച്ചു വരും അമ്മക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ 8 മണി എന്ന് പറയുന്നത് ഞാൻ പണ്ടൊക്കെ ഞാൻ നേരത്തെ എത്തൂല. ഞാൻ രാത്രി 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളാണ്. ഞാനിപ്പോഴും നേരത്തെ വന്നിട്ട് ലൈവിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ടാണെന്നുള്ള എൻ്റെ അമ്മയുടെ രാത്രിയത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പച്ച വിളിച്ച് തുടങ്ങിയത് എൻ്റെ പച്ചജാനകിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു മാധ്യമമാണ് ഈ മാധ്യമം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ചുമതലയാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മയെ എങ്ങനെ നോക്കുന്നു, എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ അച്ഛനും. ഞാൻ എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറയുന്നത് മനസ്സിലല്ലേ. നമ്മുടെ പിന്നെ അച്ഛനും അമ്മയും പരിഗണിക്കണം. നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് അഭിപ്രായ വ്യത്യാസം ഒക്കെ ഞാൻ തർക്കിക്കാൻ പഠിച്ചത് എൻ്റെ അമ്മയോട് തർക്കിച്ചിട്ടാണ് എന്ന കാര്യവും ഞാൻ പറഞ്ഞു. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നതാണ്. ഞാൻ കുടുംബ ബന്ധത്തിലെ സങ്കീർണതകൾ, വിഷമങ്ങൾ, കേസ്, വക്കാണം ഇതൊക്കെ ഉണ്ടായാൽ അത് കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം
നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കും എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ 8 മണി രാത്രികളിൽ 8 മണിയിൽ പച്ച വെളിച്ചത്തിന്റെ പ്രേക്ഷകര് ഇടക്കൊന്ന് എത്തി നോക്കണം. 8 മണിക്ക് എന്തെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് എല്ലാ ദിവസവും ലൈവ് ചെയ്തിട്ട് പ്രേക്ഷകരെ അവിടെ പിടിച്ചിരുത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ തിരക്കുണ്ടാവും. അതുകൊണ്ട് പച്ച വെളിച്ചം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ, പിന്നെ അത് കാണാനുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻബോക്സിൽ വരുന്ന എൻ്റെ കമൻസും എന്നോടുള്ള നിർദ്ദേശങ്ങളും എന്നോട് കാണിക്കുന്ന സ്നേഹവും തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു ഊർജം എന്ന് പറയുന്നത്, കരുത്ത് എന്ന് പറയുന്നത്. അത് നിങ്ങൾ തുടരണം, ഞാൻ എൻ്റെതും തുടരും. പണ്ടേ ചെയ്തൂടെ അനുരാജൻ PN എന്താന്ന് പണ്ടേ ചെയ്തൂടെ എന്ന് എനിക്കറിയില്ല. അതൊക്കെ പിന്നെ എന്താണെന്ന് ഒരാൾക്കൊരു അഭിപ്രായം. പ്രകാശൻ കാങ്കോലി പറയുന്ന കാര്യങ്ങൾ തികച്ചും വാസ്തവമാണ്. പിന്നെ നമ്മളങ്ങനെ നമുക്ക് കാര്യങ്ങൾ നേരെ ചൊവ്വേ കാര്യങ്ങളൊക്കെ പറയാം. സത്യസന്ധമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഒരു മുഖം നോക്കാതെ പറയുന്ന നമ്മുടെ നാട്ടിലെ ഏത് നിഷ്പക്ഷ മാധ്യമമാണ് പച്ച വെളിച്ചം എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാനത് അംഗീകരിക്കൂല. അങ്ങനെ ഒരു നിഷ്പക്ഷത നമ്മൾ ആരെങ്കിലും ആ അർത്ഥത്തിൽ നിഷ്പക്ഷരാണോ? നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ ആരെങ്കിലും പൂർണ്ണനായ നന്മയുടെ നിറകുടമാണോ? അല്ലല്ലോ. നന്മയും തിന്മയിലും നമ്മളിൽ എല്ലാവരിലും അത് ഏറിയും കുറഞ്ഞിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിഷ്പക്ഷ മാധ്യമം, സത്യസന്ധമായ മാധ്യമം, ചില കാര്യങ്ങൾ അപ്രിയ സത്യങ്ങൾ ചിലത് പറഞ്ഞുകൂടാന്ന് പറയാറില്ലേ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷെ ജനകീയ വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ജനങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ ആ വിഷയം ഏറ്റെടുക്കും. പക്ഷെ അത് ചിലപ്പോൾ അത് കണ്ണൂരാന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വീട്ടിൻ്റെ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നത് എൻ്റെ വലിയൊരു പരിമിതിയാണ്. അത് കഴിഞ്ഞ് എനിക്ക് വേറെ എന്തുള്ളൂ? പറയുന്നത് മനസ്സിലായില്ലേ? എൻ്റെ വീട്ടിൻ്റെ അമ്മയുടെ സാഹചര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് വേറെ എന്തുള്ളൂ എന്ന കാര്യം ഒരു തർക്കമില്ല. അതില്ലാതെ നമുക്ക് വേറെ എന്തുണ്ടായിട്ടും വേറെ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഊർജം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും എൻ്റെ കുടുംബവും തന്നെയാണ് എന്ന്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യ, മക്കൾ, അവരെന്നാണ് എൻ്റെ കരുത്ത് എന്ന് പറയുന്നത് എന്നതിലും സന്തോഷമുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് പച്ച വെളിച്ചത്തിനും രാജുവേട്ടനും പൂർണ്ണ പിന്തുണ. അപ്പം പ്രവാസികളായ മനുരാജെ, എൻ്റെ എത്ര ഫോളോവേഴ്സാണ് എനിക്ക് UAE-യിലും അതുപോലെ തന്നെ കുവൈത്തിൽ, അതുപോലെ സൗദി അറേബ്യയിൽ, ഖത്തറിലൊക്കെ ഉള്ളത് എന്ന് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ അറിയാം. ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെയൊക്കെ. കാരണം പ്രവാസികളായ ആളുകൾ എന്നെ നന്നായിട്ട് കാണുന്നുണ്ട്. മനുരാജിൻ്റെ ഒക്കെ ഈ പിന്തുണ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. പ്രവാസികൾ നമ്മുടെ കേരളത്തിൻ്റെ നൽകുന്ന കരുത്ത്, കേരളത്തെ പരുവപ്പെടുത്തുന്നതിൽ പ്രവാസികൾ വഹിച്ച പങ്ക് എത്രത്തോളം വലുതാണ് എന്ന് തൊട്ടറിയുന്ന ഒരാളാണ് ഞാൻ. നൗഷാദ് പറഞ്ഞ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടുംബ കൗൺസിലിംഗ് നടത്തണം, എന്നാൽ ഒരുവിധ കുടുംബ പ്രശ്നങ്ങൾ ശമനം ഉണ്ടാവും. എല്ലാം പറയുന്നത് ശരിയാണ്. നമ്മളൊന്ന് വീട്ടിലിരുന്നിട്ട്, നമ്മളൊക്കെ അത് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്നിട്ട്, നിങ്ങൾ ഏതായാലും നൗഷാദ് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരിക്കൽ, അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഭാര്യയും മക്കളൊക്കെ ഇരുന്നിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തും. ഞാൻ മക്കളോട് പറയുന്ന, നിങ്ങൾ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? എന്നെ അത്യാവശ്യം പേടിയാണ് പിള്ളേർ. ഞാൻ അങ്ങനെ അവരെ ചീത്തയൊന്നും പറയില്ല. പക്ഷേ എൻ്റെ വിദ്യാർത്ഥികൾക്ക് അറിയാം ഞാൻ നല്ല തമാശയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. അവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാണ്. ഞാനൊരു നോട്ടം നോക്കിയാൽ അവർക്കൊരു ഭയമുണ്ട് അവർക്ക്. പക്ഷെ ഞാൻ നല്ല സ്നേഹമുള്ള ആളാണ് കുട്ടികളോട്. ഞാൻ അങ്ങനെയൊന്നും തല്ലാൻ തുടങ്ങിയ പിന്നെ തച്ച് ബലിക്കാറുണ്ട്. അത് വേറെ കാര്യം, അത് വേറെ വിഷയമാണ്. കൊടുക്കേണ്ടതിന് കൊടുക്കുക തന്നെ ചെയ്യാറുണ്ട്. നമ്മൾ മീറ്റിങ്ങൊക്കെ നടത്തി കഴിഞ്ഞാൽ കുട്ടികളോട് പറയും, ഭാര്യയോട് പറയും, വിമർശനം. അതുകൊണ്ട് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ്റെ ചില കാര്യങ്ങളെ, നല്ല കാര്യങ്ങൾ അവർ നല്ലതും ചീത്ത കാര്യങ്ങൾ അവർ ചീത്തയായിട്ടും പറയും. കാരണം വിമർശന ബുദ്ധി, നല്ലതിനെ നല്ലതും ചീത്തയെ ചീത്തയായും കാണാനുള്ള വിവേചന ബുദ്ധി, പരസ്പരം പ്രശ്നങ്ങൾ, അച്ഛൻ തിരുത്തേണ്ടത്, അമ്മ തിരുത്തേണ്ടത്, അവർ തിരുത്തേണ്ടത്, അതൊക്കെ നമുക്ക് സംസാരിച്ച് ഒരു ബുക്കൊക്കെ എടുത്തിട്ട് രാജീവൻ പേരെഴുതും, ഭാര്യയുടെ പേരെഴുതും, 2 മക്കളെ പേരെഴുതിട്ട് അവിടെ ഉപ്പെല്ലാം ഇടും. മീറ്റിംഗ് കൂടിയ ടൈമെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇരുന്നൊന്ന് സംസാരിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ സെഗ്മെന്റ് വേണമെങ്കിൽ ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളൊന്നിരുന്ന് സംസാരിച്ച് നോക്കിയാൽ അവിടെ തീരാത്ത എന്ത് പ്രശ്നമാണുള്ളത്?
പരസ്പരം സംസാരിച്ചാൽ തീരാതെ, മനസ്സ് തുറന്ന് പരസ്പരം സംസാരിച്ചാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് നമ്മുടെ വീടുകളിലുള്ളത്. നമ്മൾ അതിന് മുൻകൈ എടുക്കണം. നമ്മൾ ഈഗോ വെച്ചിട്ട് നിർത്താൻ വേണ്ടി പാടില്ല. നമ്മൾ ഒരു ഈഗോയും കാണിക്കാൻ വേണ്ടി പാടില്ല. എന്തിനാ ഈഗോ കാണിക്കുന്നത്? പിന്നെ നിങ്ങൾ ചിലപ്പോൾ എന്നെ കുറിച്ചൊക്കെ വിചാരിക്കുന്നത് എന്നോട് ഇങ്ങോട്ട് എങ്ങനെ വരുന്നു അതിനനുസരിച്ച് അങ്ങോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. സ്നേഹമാണ് സ്നേഹം തന്നെ. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിക്കൽ തന്നെ. അതിൽ തെറി പറയുന്നത് നല്ല പച്ച തെറി പറയും. ഇവരാരും പറയുന്നതിനെക്കാട്ടും പച്ച തെറി പറയാൻ എനിക്കറിയാം. അത് മഹിമയാണ് എന്നുള്ള അർത്ഥത്തിൽ ചിലവരോട് അങ്ങനെ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മളെ മക്കളോട് സംസാരിക്കാൻ ഒരു ദിവസം എത്ര സമയം, ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ച ചില സ്ഥലത്തൊക്കെ കണ്ട് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അവരെ കേൾക്കാൻ അച്ഛനമ്മക്ക് സമയമില്ല. രണ്ടാളും ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗം കഴിഞ്ഞ് വന്നതിന് ശേഷം അവരെ കൂട്ടി ഒരു ദിവസം പുറത്തു പോയിട്ട് ഔട്ടിംഗ് ഇല്ല, അവർക്ക് മൊബൈൽ കൊടുക്കും. നമ്മൾ ആലോചിക്കേണ്ട, ഇതിനിടയ്ക്ക് ഒരു കല്യാണത്തിന് പോയ സമയത്ത് ഒരു ചെറിയ കുഞ്ഞ്, ഒരു കല്യാണത്തിന് റിസപ്ഷന് പോയതാ. ഒരു ഫാമിലി, നമ്മളെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നു. നമ്മളെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഞാനുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഇരിക്കുന്നത്. അതിൽ ചെറിയൊരു പൊടി പോലത്തെ കുഞ്ഞ്. ആ കുഞ്ഞിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ കാർട്ടൂൺ വെച്ചിട്ട് കൊടുക്കുകയാണ്. എൻ്റെ മോൻ ഇത് കാണുന്നത്, എൻ്റെ മൂത്ത് നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അത് നടക്കൂല. അത് നടക്കൂല. മൊബൈൽ കാണേണ്ട ഒരു സമയമുണ്ട്. അതിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയി. മൊബൈൽ കാണേണ്ടി വെച്ചാൽ മൊബൈൽ കാണണം, കമ്പ്യൂട്ടർ കളിക്കേണ്ടി വെച്ചാൽ കമ്പ്യൂട്ടറിൽ കളിക്കണം. മുജീബ് റഹ്മാൻ പിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആണ്, ലണ്ടനിൽ നിന്നാണ്. മുജീബ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട്. എന്നോട് വളരെ എനിക്ക് സ്നേഹമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ആൾ. അയാൾ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് തിരിച്ചു അങ്ങനെയാണ്. കണ്ടില്ലേ, ഇവരെ മുജീബ് റഹ്മാനാണ് പറയുന്നത് ഹാപ്പി ക്രിസ്മസ്. നമ്മളെ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, SS കോളേജിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് അവരെയൊക്കെ കണ്ടത്, എങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറിയത് എന്ന് പരിശോധിക്കുക. നസീർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നസീർ ബിൻ അബ്ദുള്ള, രാജുവേട്ട ലവ് യു, തിരിച്ചും ലവ് യു നസീർ ബിൻ അബ്ദുള്ള. മുജീബ് റഹ്മാൻ ലവ് യു എന്ന് പറയുന്നുണ്ട്, തിരിച്ചും ലവ്. എന്നിട്ട് കുടുംബത്തിലല്ലേ സുഖം തന്നെയല്ലേ? പിള്ളേരെല്ലാം നല്ലോണം പഠിക്കുന്നില്ലേ? നാട്ടിൽ വരുമ്പോൾ നീ വരുമ്പോൾ എന്നെ വിളിക്കുക, എനിക്കറിയാം. എന്തായാലും കുറച്ചായി നമ്മൾ സംസാരിക്കാത്തത് എന്തൊക്കെ തിരക്കൊണ്ടാണ് മുജീബിനെ പോലുള്ള ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ആ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് മുജീബ്. ഞാൻ രാജീവനാണ്. പറയുന്നത് മനസ്സിലായി? ഇപ്പം എന്നെ പച്ച വെളിച്ചം കാണുമ്പം പറയുന്ന പച്ചാന്ന് പറഞ്ഞ പച്ച വെളിച്ചം കാണുമ്പോൾ സുഡാപ്പി എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലാണ്. അങ്ങനെ തലക്ക് സുഖമില്ലാത്ത എത്ര ആൾ നമ്മുടെ നാട്ടിലുണ്ട്. സുഖം തന്നെ എന്ന് പറയുന്നുണ്ട് മുജീബിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങളെക്കുറിച്ച് പരസ്പരം ഇന്നലെ സംസാരിച്ചേ ഉള്ളൂ. ശ്യാംകുമാർ ഹായ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങൾ രസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കൗൺസിലിംഗ് വേണ്ടുന്നവർക്ക് കൗൺസിലിംഗ് തന്നെ കൊടുക്കണം. കുട്ടികൾ വല്ലാത്ത രീതിയിൽ മൊബൈലിനോട് അവർക്ക് ഭയങ്കര ആസക്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് വല്ലാത്ത രീതിയിൽ മൊബൈൽ ആസക്തി ഉണ്ടാവുന്നത്? നമ്മൾ മൊബൈലിൽ നന്നായിട്ട് നോക്കും. എൻ്റെ മോൻ പറയലുണ്ട്, അച്ഛൻ മൊബൈൽ നോക്കാണ്ട്, ചെറിയ മോൻ, മൂത്ത മോൻ അങ്ങനെ പറയില്ല. ചെറിയ മോൻ എന്നോട് പറയും, അച്ഛൻ ഇത് പറയാനുള്ള എന്താ അധികാരമാണ് ഉള്ളത്? അച്ഛൻ നമ്മുടെ മോനെ, അച്ഛൻ്റെ ജോലി മൊബൈലിൽ ചെയ്യുന്നതല്ല അച്ഛൻ്റെ ജോലി. അതുകൊണ്ടല്ല അച്ഛൻ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും അച്ഛൻ കാണുന്നുണ്ടോ മോനെ? നമ്മൾ കുട്ടികളെ മുമ്പിൽ ഇത് കണ്ടിട്ട് അവരോട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുസരിക്കൽ പണ്ടത്തെ കുട്ടികളെ പോലെയാണോ നമ്മളത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ? അവർക്ക് അവരുടേതായ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. പക്ഷെ അവരെ നമ്മൾ കളയുന്നു, നമ്മുടെ പാരൻസ്, നമ്മുടെ സമൂഹം അവരെ കളയുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ കൗൺസിലിംഗ് ചെയ്യേണ്ടവരെ കൗൺസിലിംഗ് തന്നെ ചെയ്യണം. കുട്ടികൾ വല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പ്രേക്ഷകർ പറയുകയാണെങ്കിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, ഞാനൊക്കെ മധ്യസ്ഥനൊക്കെ പല സ്ഥലത്തും പോകുന്ന ഒരാളാണ് കുടുംബ വിഷയങ്ങളിലൊക്കെ. ഇപ്പം എന്നോട് ഇന്ന് ഒരാൾ വിളിച്ചിട്ട് ഒരു കുടുംബ വിഷയം, ഞാൻ ഫോണിൽ കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഒരു വിഷയം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുടുംബ വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിലപാട് പറയുന്ന, അതിലിടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുണ്ടാവുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്കറിയാം. ഞാനൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഒരു കുടുംബമായിട്ട് ഇപ്പോൾ ജീവിക്കുന്ന ആളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില വിഷയങ്ങൾ, അത് നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നതൊക്കെ കുറിച്ചൊക്കെ നമുക്കറിയില്ലേ. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ടോപ്പിക് ഇതല്ല, ടോപ്പിക്ക് മാറിപ്പോയതാണ്. ടോപ്പിക്ക് പയ്യന്നൂരിലെ പിന്നെ രാജീവൻ കേസ് പറയുന്നുണ്ട്. ഹായ് രാജീവൻ, തിരിച്ചും ഹായ്.
എന്ന് പറയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ പ്രേക്ഷകരിങ്ങനെ വരുന്ന സമയത്ത് ഇത് അവസാനിപ്പിക്കുക എന്നതിലൊരു പ്രയാസമുണ്ട്. ഞാൻ ആരെയും ഇത് നമ്മളെ ടോപ്പിക് ഏതായാലും നാളെ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാൽ നമ്മുടെ പയ്യന്നൂരിലെ നഗരസഭയിലെ ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മുന്നണികളുടെ അവരുടെ മേന്മകൾ, തെരഞ്ഞെടുപ്പിൽ അവരുടെ ചില പോരായ്മകൾ, അവർ ജയിക്കാനുണ്ടായ സാഹചര്യം, പരാജയപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ, BJPയുടെ ചില കടന്നുകയറ്റം, എന്നാൽ 46 വാർഡുകളിലും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങൾ, മനുരാജ് പയ്യന്നൂർ, വേറൊരു മനുരാജ് ഹായ് എന്ന് പറയുന്നുണ്ട്. ദേവദാസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, ഹായ് സുഖമാണോ, നിങ്ങളുടെ വാർത്തകൾ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകുന്ന അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നു. നല്ല വാക്കുകളെ എന്നോട് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നമ്മളിൽ അർപ്പിതമായ ചില ചുമതലകൾ നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം. അത് ഞാനായാലും താങ്കളായാലും നമുക്ക് ഓരോരാൾക്ക് ഓരോ റോളുണ്ട്. ആ റോള് നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിനുണ്ടാവുന്ന പുരോഗതിയുടെ വ്യാപ്തി എത്രയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണാധികാരികൾ തുറന്ന മനസ്സോടു കൂടിയിട്ട് കാലുഷ്യമില്ലാതെ പെരുമാറാൻ വേണ്ടി കഴിഞ്ഞാൽ നാടിൻ്റെ പുരോഗതി, ജനസേവനമാണ് എൻ്റെ പാത എന്ന തിരിച്ചറിവിൽ അവർ ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ നമ്മുടെ നാട് എവിടെ എത്തിയിരിക്കും? നമ്മൾ പരസ്പരം പോരടിച്ച് ചുരുങ്ങി നമ്മളിലേക്ക് ചുരുങ്ങി കാലുഷ്യം മനസ്സിൽ കൊണ്ടുവച്ച് നമ്മൾ പെരുമാറിയാൽ എന്തായും? ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ, നാടിൻ്റെ അവസ്ഥ, നമ്മളുടെ ഭരണത്തിൻ്റെ അവസ്ഥ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് 8 മണി ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്ന അതിനെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു എല്ലാ ദിവസവും 8 മണിക്ക് എന്ന രീതി പറ്റില്ല. കാരണം നമുക്കത് അങ്ങനെ പറ്റില്ല, എനിക്ക് പറ്റില്ല. അത് നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ അതും പറ്റണമെന്നില്ല. മറിച്ച് ലൈവിനൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഈ ലൈവ് ചെയ്യുന്നത് ഒരു മാസമേ നിൽക്കൂല. നമ്മുടെ നമ്മുടെ പുതിയ നമ്മുടെ സുക്കറാടൻ പുതിയൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഒരു മാസം കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. അത് ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിലേക്ക് അത് ചെയ്ത് വെക്കലാണ്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതുപോലെ ആദിത്യ രാജേഷ് PTR മിന്നു, നാടിൻ്റെ വെളിച്ചം, പച്ച വെളിച്ചം എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. അങ്ങനെ പൂർണ്ണ വെളിച്ചമാണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. എന്നാലും ചില വെളിച്ചത്തിൻ്റെ ചില മിന്നായിട്ട് ചില വെളിച്ചമായിട്ട് തെളിച്ചമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പച്ച വെളിച്ചത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പച്ച വെളിച്ചത്തിന് പറയാനുള്ളത്. നൗഷാദ് MP പറയുന്നത് 7ാം ക്ലാസ് മുതൽ +2 വരെ ആഴ്ചയിൽ 2 പീരീഡ് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മൾ സാമൂഹ്യ പാഠം, പൗരധർമ്മം, പൗരൻ്റെ ധർമ്മം, പൗരൻ്റെ അധികാരം, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ അവകാശം, മൗലിക അവകാശങ്ങൾ, പൗരൻ്റെ ഡ്യൂട്ടീസ്, നമുക്ക് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഭരണഘടന, നമ്മുടെ രാജ്യം നമ്മൾക്ക് നൽകുന്ന മൗലികാവകാശങ്ങൾ, അത് പഠിച്ചാൽ തന്നെ നമ്മുടെ കരുത്തുണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീരുക്കളായിട്ട് സ്വയം ചുരുങ്ങിപ്പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾ, അധികാരങ്ങൾ, ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾ, അധികാരങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. നമ്മുടെ നാടിനോട് അവകാശവും മൗലികാവകാശങ്ങൾ നമ്മൾ വേണം എന്ന് അതിനു വേണ്ടി നമ്മൾ നിലകൊള്ളുന്ന സമയത്ത് നമുക്ക് രാജ്യത്തിനോട് കാണിക്കേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്, കടമകളുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. അതും നമ്മൾ കാണണം എന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ ചിരിച്ചുകൊണ്ട് എപ്പം ഭയങ്കര ഇതായിട്ട് നിൽക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ചിരിച്ച് സംസാരിച്ച് നമ്മൾ മക്കളോട് ചിരിച്ച് നമുക്ക് പരസ്പരം ചിരിച്ച് സൗഹൃദത്തോടു കൂടി ജീവിക്കാൻ എന്താ പ്രശ്നമുള്ളത്? പിന്നെ മറ്റു ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മളോട് ചില ആളുടെ സമീപനം തെറ്റായ രീതിയിലാണ്, നമ്മൾ അതിനോട് പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അതൊന്നും ഒരു വിഷയമായിട്ട് കാണുന്നേയില്ല. ഏതായാലും പല പ്രേക്ഷകർ കമൻറ്റുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിർത്താൻ തോന്നുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. പല കാര്യങ്ങൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പല കാര്യങ്ങൾ സംസാരിച്ചു. അത് അങ്ങനെയുള്ളൊരു ടോപ്പിക് എന്ന ഒരു വിഷയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആളും എന്നോട് പറയാറുണ്ട്, ചില കുട്ടികൾ പറയാറുണ്ട്,
ചില പിന്നെ പിന്നെ വിവാഹം കഴിച്ച ആളുകൾ പറയാറുണ്ട്. അതിൽ സ്ത്രീകളുണ്ടാവാറുണ്ട്, പുരുഷന്മാരുണ്ടാവാറുണ്ട്, അമ്മമാരുണ്ടാവാറുണ്ട്, പ്രായമുള്ളവർ ഒറ്റപ്പെടുന്ന വിഷയം. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട്. പരസ്പരം അവർ ആരും കേൾക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ വലിയ തിരക്കുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് പിന്നെ പരസ്പരം പിന്നെ അവരെ കേൾക്കാൻ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അവർ നേരിടുന്ന ചില വിഷയങ്ങളുണ്ടാവും. ചില സമയത്ത് ചില സങ്കീർണമായ പ്രശ്നം ഉണ്ടാവും. അവർക്ക് പുറത്ത് പറയാൻ പേടിയുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ അറിയിക്കുക. ചിലപ്പം ഇതിൽ കമൻ്റ് ആയിട്ട് പറയുമ്പോൾ ആൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ നിങ്ങൾക്ക് അത് അറിയിക്കാം. അത് വളരെ ജെന്യൂനായ ഒരു കാര്യമാണെങ്കിൽ നമ്മളതിൽ ഇടപെടും, നമ്മളതിൽ പറയും. അതിലെന്താ പ്രശ്നമുള്ളത്? നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ മകനായിട്ട്, നിങ്ങളുടെ സഹോദരനായിട്ട്, നിങ്ങളുടെ മാമനായിട്ട് നിൽക്കും. അതിലെന്താ തർക്കമുള്ളത്? അത് അതിൽ കൂടെ നിൽക്കേണ്ടത് ഉത്തരവാദിത്തമില്ലേ നമ്മൾക്ക്? നമ്മളൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നല്ലോ. ഞാനൊക്കെ ഇന്ന് ഈ നിലയിൽ സംസാരിക്കാൻ പ്രാപ്തനായതിൻ്റെ പിറകിൽ എത്ര ആളുകളുടെ സ്നേഹവും വാത്സല്യവും, അതുപോലെ തന്നെ മുഖം തിരിക്കലും, അതുപോലെ തന്നെ നമ്മളോട് കാലുഷ്യത്തോട് പെരുമാറിയതും ഒക്കെ കൊണ്ട് അതൊക്കെ അതിജീവിച്ച് അതിനോട് പോരടിച്ച് രൂപപ്പെട്ട ഒരു വ്യക്തിയല്ലേ നമ്മളൊക്കെ. ഞാൻ അങ്ങനെയാണ്. ഞാൻ അതിനെയും നല്ലതിലും മാത്രം പിന്നെ കാണുക. മോശം വന്നാൽ അതിൽ പകച്ചു പോകുന്ന ഒരാളെന്നല്ല. മോശത്തിലൂടെയും നല്ലതിലൂടെയും ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഏറെയും ഉള്ളത് എന്ന കാര്യവും നമ്മൾ പരിശോധിക്കണം, മനസ്സിലാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഏതായാലും നമ്മൾക്ക് പിന്നെ അടുത്ത ദിവസം തന്നെ പിന്നെ നമുക്ക് UDFന്റെ പയ്യന്നൂരിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പിന്നെ പച്ചവെളിച്ചം വിചാരിച്ച ഒരു വിജയത്തിലേക്ക് UDFന് എത്താൻ വേണ്ടി സാധിച്ചില്ല എന്നത് പച്ചവെളിച്ചം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിടയാക്കിയ സാഹചര്യം, അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത് പച്ചവെളിച്ചം പിന്നെ വിശകലനം ചെയ്ത് പറയുന്ന ഒരു ലൈവ് ഉണ്ടാവും. അതിനുശേഷം BJP കുറിച്ച് പറയും. അവസാനം നമുക്ക് വിജയിച്ചിട്ടുള്ള ഭരണത്തിൽ വന്നിട്ടുള്ള CPMന്റെ LDFന്റെ വിജയത്തെക്കുറിച്ചും നമുക്ക് പറയാം. നല്ലത് പറയുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികം, മുന്നോട്ട് പോവുക. സൗദിയിൽ നിന്നും ഒരു രാമന്തലിക്കാരൻ, നമ്മൾ സൗദിയിലല്ല, നമ്മൾ ഇഷ്ടമല്ല. നല്ല എതിർപ്പുകൾ സ്വാഭാവികമാണ്. നല്ലത് പറയുന്ന സമയത്ത് പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അത് ബാധിക്കും, എതിരായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മളോട് പല പച്ചവെളിച്ചത്തെ ആദ്യകാലത്തൊക്കെ ഭയങ്കര വിമർശിച്ച പല ആളുകളും ഇന്ന് പച്ചവെളിച്ചത്തെ നെഞ്ചേറ്റിയിട്ട് നടക്കുന്ന ഒരു സാഹചര്യം തൊട്ടറിയുന്ന ഒരാളാണ് ഞാൻ. ഒരു രാമന്തലിക്കാരനാണ് ദേവദാസ്. രാമന്തലിയാണ് എൻ്റെ വേസ്, എൻ്റെ കുടുംബ വേസ് എന്ന് പറയുന്നത് രാമന്തലിയാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് കുഞ്ഞുമംഗലത്താണ്. ഞാൻ താമസിക്കുന്നത് പയ്യന്നൂര് ആണ് എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് രാമന്തലിയോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്, കുഞ്ഞുമംഗലത്തിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, പയ്യന്നൂരിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ എനിക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് പ്രാദേശികവാദമുള്ള ഒരാളെന്നാൽ എല്ലാവരെയും ആ രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവരെ അംഗീകരിക്കാനും ഒക്കെ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മളുടെ ഈ ലൈവ് ഇവിടെ നിർത്തുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. സ്നേഹമുള്ളവർക്ക് ഓടുള്ള സ്നേഹവും കടപ്പാടും അറിയുന്നു. എതിർക്കുന്നവർ എതിർപ്പുകൾ തുടരുക. നിങ്ങൾക്ക് നാളെ പച്ചവെളിച്ചത്തെ തിരിച്ചറിയും എന്ന കാര്യം നിങ്ങളും മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകൾ, പണ്ട് എതിർത്ത ആളുകൾ ഇന്ന് സൗഹൃദ വലയത്തിലായിട്ടുണ്ട്. അവർ പച്ചവെളിച്ചത്തെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. അതുപോലെ തന്നെ മേരി ക്രിസ്മസ്. പ്രതീക്ഷയോട് UDF പയ്യന്നൂർ വിഷയം ഉറപ്പായിട്ടും ഞാനത് പറയും. നിങ്ങൾക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം. ഏതായാലും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ, രഞ്ജിത്ത്, അതിനൊക്കെ പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അതിൻ്റെ മറുപടി പിന്നെ ഏതായാലും അതിൽ കമൻ്റായിട്ട് ഇടാം. ഏതായാലും നിർത്തുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.